ഏറ്റവും തമാശ അറിയും ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് CJP അതായത് പാർട്ടിയുടെ സമരത്തിന്റെ തുടക്കം മുതൽ അതിന്റെ മുൻനിരയിൽ നിന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷനും ആഗോള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പനുമായ റഹീമാണ് ഇതിനെല്ലാം മാർഗനിർദ്ദേശം കൊടുത്തത്. റഹീമിന്റെ ഓരോ കൃത്യമായ തന്ത്രങ്ങളിലൂടെയുമാണ് ഇത് പോയെന്നാണ്. ഞാൻ പോരട്ടെ, നാളെ മുതൽ ഈ സമരം അംഗീകരിച്ചു എന്നുള്ള അവരുടെ അവകാശവാദം നമ്മൾ അംഗീകരിച്ചു വെച്ചോ. നാളെ മുതൽ കേരളത്തിൽ സമരം നടത്താമല്ലോ. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഈ പറയുന്ന PSCയിലെ ക്രമക്കേടിനെ കുറിച്ച്, ആസൂത്രണ ബോർഡിലെ ക്രമക്കേടിനെ കുറിച്ച്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാവപ്പെട്ട പ്രൈമറി സ്കൂൾ അധ്യാപക പട്ടികയിലുള്ളവരുടെ ആ പട്ടിണി സമരത്തെ എല്ലാം തന്നെ ഈ CJP ഏറ്റെടുക്കണമെന്ന്. എന്നിട്ട് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ VD സതീശനെ താഴെയിറക്കണം, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണം. അങ്ങനെ അവരവരുടെ ശക്തി കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കർണാടകയിലും തെലങ്കാനയിലും കൂടി ശക്തി കാണിക്കണം. ഞാൻ അത് കേരളത്തിൽ വരട്ടെ. എന്നിട്ട് ഇതിന് നേരത്തെ കൊടുക്കുന്നത് റഹീമായിരിക്കണം. അങ്ങനെ വിപ്ലവം പൂത്തുലയണം. വിപ്ലവത്തിന്റെ ഒരു വലിയ എന്താ പറയുന്ന ഒരു ഉത്സവം ഈ കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു വലിയ വിപ്ലവമാണല്ലോ. ഇത് ആദ്യ കുറ്റി തെറിച്ചു എന്നാണ് നമ്മുടെ KC വേണുഗോപാൽ പറഞ്ഞത്. ആദ്യത്തെ കുറ്റി തെറിച്ചു എന്ന്. ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തന്ത്രപരമായ ഒരു നീക്കമാണ് എന്നുള്ളത് കൃത്യമായി തന്നെ വരും ദിവസങ്ങളിൽ മനസ്സിലാകും. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത്, ഈ പറയുന്ന ജന്തർ മന്ദറിൽ പോയി ഇത്തരം കോപ്രായം കാണിക്കാൻ നട്ടലുള്ളവർ ഈ കേരളത്തിലെ ഈ തട്ടിപ്പിനെതിരെ സമരത്തിലിറങ്ങണം. തെരുവുകളെ ഇതുപോലെ കലാഭൂമിയാക്കണം. ഇവിടെയുണ്ട് CJPയുടെ ഘടകമൊക്കെ. ഇവിടുന്ന് പോയല്ലോ, വണ്ടി പിടിച്ച് പോയല്ലോ. കസോളിലും അവിടെയും ഞങ്ങൾ ടൂറിന് പോയതാണ്. ഞങ്ങൾ ഖുറാനിലെ സൂക്തങ്ങൾ വായിച്ചിട്ട് പോയിട്ടാണ് പാർട്ടിയിൽ ചേർന്നത്. ഇവരെല്ലാം കേരളത്തിൽ തലസ്ഥാനത്തേക്ക് വരണമെന്നേ. ഈ കേരളത്തിലെ സഹോദരങ്ങളുടെ വേദന ഇവിടെ അവർ കാണണ്ടേ? ഇവർ ഈ നീറ്റിലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ വേദന മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഈ വർഷങ്ങൾ പഠിച്ച് PSC പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതിൽ ജോലി കിട്ടാതെ പിൻവാതിൽ വഴി ഈ രാഷ്ട്രീയ പാർട്ടികളെ കുത്തിത്തിരികെ കയറ്റുമ്പോൾ അവർ തെരുവിൽ കണ്ണീരോടെ സമരം നടത്തുകയല്ലേ? അവരുടെ കണ്ണീര് കാണണ്ടേ ഐസൻജി?